ഹലോ. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോന്ന് വിചാരിക്കണോ? പിന്നെ സുഖമായിട്ടിരിക്കണ്ടേ? ഞങ്ങൾ കുറേ നാളായി വീഡിയോ ആയിട്ട് വന്നിട്ട്. റീസൺ എന്താ അജീഷിത? ഇപ്പം ജോലി തിരക്കെന്നൊക്കെ പറയാം. പിന്നെ എന്താ പറയാ, മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന് പറയുന്ന കാണല്ലോ. നമുക്ക് മടിയാർന്നു, അത്രയുള്ള കാര്യം. അത് തന്നെ, നമ്മളങ്ങനെ ഓർക്കാറില്ല ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത്. അപ്പൊ ഇനി ഞങ്ങളിങ്ങനെ ഇന്ന് ഡിസ്കസ് ചെയ്യാമോ, ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോ ഇടണം, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചോണ്ടൊക്കെ ഇരിക്കണു. അങ്ങനെ അപ്പൊ ഇന്ന് സാറ്റർഡേ ആണല്ലേ. അപ്പം അജീഷ് ചേട്ടന് ചെറുതായിട്ടൊരു പനിയൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫ്ലൂ വാക്സിൻ എടുത്തായിരുന്നു. അപ്പം എനിക്ക് കൈക്ക് വേദന ഉണ്ടായിരുന്നു 2 ദിവസത്തേക്ക്. പക്ഷെ അജീഷ് ചേട്ടന് പനി അടിച്ചു. അപ്പൊ അജീഷ് ചേട്ടൻ ഇന്ന് റെസ്റ്റിലാണ്, എനിക്കിന്നിപ്പം നൈറ്റാണ്. അങ്ങനെ അപ്പം ഞങ്ങൾ രണ്ടുപേരും പകല് ഒരുമിച്ചുണ്ട്. അങ്ങനെയൊക്കെ. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റു അല്ലേ. രാവിലെ ആസ് യൂഷ്വൽ ഞാനൊരു 9 മണിക്കായപ്പോൾ എഴുന്നേറ്റു. ചേട്ടൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ ചായയും പുട്ടും പഴവും ഒക്കെ കഴിച്ചു. അതിന് ഞങ്ങൾ ഇങ്ങനെ തേരാപ്പാരൊക്കെ ഇങ്ങനെ നടന്നു. അതിട്ട് ഇപ്പം ഉച്ചയായി, സമയം ഉച്ച കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഒന്ന് പൊയ്ക്ക അങ്ങോട്ട്, ചുമ്മാ അങ്ങ് തള്ളാണ്, തള്ളി അങ്ങ് മറിക്കാണ്. 1:55 അപ്പൊ അപ്പം ഇപ്പൊ ലഞ്ചാണ്. ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചു. ലഞ്ച് മുതൽ നമുക്ക് അങ്ങ് തുടങ്ങാം. അപ്പൊ ഞങ്ങള് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത ശേഷം പുറത്തേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചു. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം വെയില് ആറുന്നതിന് മുമ്പേ പോയിട്ട് വരാന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാകും. വിന്റർ ആണ്. അപ്പൊ ഒന്നാമതേ അജീഷ് ചേട്ടൻ സിക്കാണ്. അപ്പൊ പിന്നെ നമ്മള് വേഗം ഞങ്ങള് ലഞ്ച് കഴിച്ചിട്ട് പുറത്തു പോട്ടെ. അപ്പൊ നമുക്ക് ലഞ്ച് കഴിച്ചാലോ? ഓടി വായോ, ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് പോവാം. വിളിച്ചടിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ചോറൊക്കെ എടുത്തു, ചൂടാക്കി. കണ്ടോ അജീഷ് ചേട്ടൻ എന്താ ചോറൊക്കെ എടുത്തു. നമ്മള് ഇന്നത്തെ കാണിച്ചു തരാവേ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ചോറ് നമ്മൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞ് പയർ, എണ്ണപ്പയറിന്റെ തോരനാണ്. അജീഷിന് എന്താ പറയണേ? എണ്ണപ്പയർ എന്നാണോ പറയണേ? എന്തെന്നാ പറയണേ? ഓക്കെ, ചെറുപയർ. ഞങ്ങളവിടെ ചെറുപയർന്ന് പറയൂട്ടോ, എണ്ണപ്പയറെന്നും പറയും. അങ്ങനെ നേരത്തെ എനിക്കിത് ചെറുപയറും വൻപയറും വ്യത്യാസം അറിയില്ല. ഗൾഫിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനെല്ലാം തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ പഠിച്ചു. വൻപയർന്ന് വെച്ചാൽ ഞാൻ ഓർത്തോണ്ടിരിക്കുന്നത് വലിയ പയറിനാണ് വൻപയർ എന്ന് പറയുന്നത്. പക്ഷെ വൻപയർന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറ് ചെറിയ പയറിനാണ് വൻപയർ എന്ന് പറയുന്നത്. അത് തന്നെ. അപ്പൊ പയർ തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പയർ തോരൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഇച്ചിരി മോരുകറി ഉണ്ടായിരുന്നു. ഈ മോരുകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജീഷ് ചേട്ടൻ യൂട്യൂബിൽ ഏതാണ്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ ഒന്ന് ഉണ്ടാക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട്. ഉരുളൻകിഴങ്ങും എന്താ പറയാ, നേപ്പാളി സ്റ്റൈൽ എന്തോ സംഗതിയാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന് ആക്ച്വലി നേപ്പാളി ചൗക്കോണി എന്ന് പറയും. അതായത് അവര് സലാഡ് എന്നാണ് പറയുന്നത്. അതായത് സലാഡായിട്ടും ചോറിന്റെ കൂടെയും കഴിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ മോരുകറി തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഇച്ചിരി പൊട്ടച്ചോ വേവിച്ചിട്ട് അരിച്ചിടും, ഉടച്ചിടും അതിന്റെ കൂടെ. പിന്നെ അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പം മോരുകറി ഉണ്ട്. പിന്നെ ഇത് മത്തങ്ങ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് ദിവസമല്ല, കുറച്ച് ആഴ്ചകളായിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ മാസമായി എന്ന് തോന്നുന്നു. അപ്പൊ മത്തങ്ങയും കൊണ്ട് ജസ്റ്റ് ഞാൻ പയർ കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പയർ തോരനുണ്ട്. അതിൻ്റെ കൂടെ മത്തങ്ങയും പയറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഗ്യാസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഓൾറെഡി ഞാൻ ഇന്നലെ കടല വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പം കടലക്കറി ഉണ്ടാക്കണുണ്ടായിരുന്നു. അപ്പം നമുക്ക് കടലക്കറി ഉണ്ട്. അപ്പം ഞാൻ മത്തങ്ങ ചുമ്മാ തേങ്ങ അരച്ച് ചുമ്മാ അങ്ങനെ വെച്ചു. അപ്പം നമുക്ക് മത്തങ്ങക്കറി ഉണ്ട്, പിന്നെ കടലക്കറി ഉണ്ട്, മോരുകറി ഉണ്ട്, പിന്നെ നമുക്ക് പയർ തോരനുണ്ട്. ഓക്കെ, കഴിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കറിയൊക്കെ ടേസ്റ്റ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുക. എന്നോട് കുറേ ദിവസമായി പറയണം മത്തങ്ങ ഉണ്ടാക്കുമെന്ന്. മത്തങ്ങ അനുസരിച്ചിട്ട് കുറേ ആയതുകൊണ്ടാണ് പറയണത് മത്തങ്ങ ഉണ്ടാക്കുമെന്ന്. അജീഷേനെ മത്തങ്ങ ഇഷ്ടമാണോ?
എനിക്ക് നേരത്തെ അങ്ങനെ മത്തങ്ങയോട് താല്പര്യമില്ല. മത്തങ്ങ നമ്മൾ നാട്ടില് ശർക്കര ഇട്ട് വിളയിച്ചത് നല്ലപോലെ കഴിക്കാറുള്ളൂ, അല്ലാണ്ട് മത്തങ്ങക്കറി ഞാൻ കഴിക്കില്ല. പിന്നെ ബാക്കിയെല്ലാം ഗൾഫിൽ ചെല്ലുമ്പോൾ നമ്മൾ മാറുമല്ലോ, നമ്മളെല്ലാം തന്നെ കുക്ക് ചെയ്യുന്നു തന്നെ കഴിക്കുന്നു എന്നൊക്കെ വരുമ്പോ നമ്മളെല്ലാം കഴിച്ചേ പറ്റുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ കിട്ടണത് കഴിക്കാന്നുള്ള ഇത് വരുമ്പോ മത്തങ്ങ പയറിട്ട് അവിടെ ഗൾഫില് ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടി റൂമില് മത്തങ്ങ പയറിട്ട് അവര് വെക്കും. അപ്പൊ നമ്മള് കഴിക്കും, ഇഷ്ടമാണേലും ഇല്ലെങ്കിലും കഴിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കറിയേ വെക്കുള്ളൂ, ഒരു കറിയും ചോറും കാണും, അത് 2-3 ദിവസം അങ്ങ് ഓടിക്കുള്ളൂ. അങ്ങനെ കഴിക്കും, നല്ലതാണ്. മത്തങ്ങ കറിയും കള്ളക്കറിയൊക്കെ കഴിച്ചിട്ട് പറയൂ, അഭിപ്രായം പറയൂ എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടമായോ നോക്കട്ടെ. മത്തങ്ങ നല്ലതാണോ? നല്ലതാണ്. കടലക്കറി ആയിട്ട് തന്നെ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ വിചാരിക്കുക തന്നെ ഞങ്ങൾ വെജിറ്റേറിയൻ ആണോ എന്ന്. പക്ഷെ ഞങ്ങൾ വെജിറ്റേറിയൻ അല്ല. ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിക്കൻ വാങ്ങിച്ചു. ഇന്നലെയല്ല ചിക്കൻ തീർന്നത്, ഇന്നലെ ചിക്കൻ തീർന്നു. അപ്പം ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നോൺ വെജ് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. കഴിഞ്ഞ ആഴ്ച മുതൽ ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കൊണ്ട് ചിക്കൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം നമുക്ക് നോൺ വെജിന് റെസ്റ്റ് കൊടുത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് ആയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ വേഗം വരാവേ. ബൈ. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചോറൊക്കെ ഉണ്ട്, നമ്മൾ കുറച്ചിങ്ങനെ ഇരുന്ന് ഒന്ന് കുളിച്ചു. ഇനിയിപ്പോൾ വൈകിട്ട് നമ്മൾ കടയിലൊക്കെ പോയിട്ട് റിട്ടേൺ വരുമ്പോഴത്തേനും തണുപ്പാവുമല്ലോ, അപ്പോൾ കുളിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അസുഖം വരാനും വീണ്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്തു. കുളിച്ച് നമ്മൾ സെറ്റായിട്ട് നമ്മൾ ഇറങ്ങി. എങ്ങോട്ടേക്കാണ്? പൈസ പൊടിക്കാൻ. ഓക്കെ, നമുക്ക് ഷോപ്പിലൊന്ന് പോകണം, കുറച്ച് സാധനം മേടിക്കണം. കുറേ ഒന്നുമില്ല കേട്ടോ, ഇച്ചിരി സാധനമുള്ളൂ. അപ്പോൾ പോകണം. അപ്പോൾ വെയിലാറുന്നതിന് മുമ്പേ ഞങ്ങൾ വേഗം പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ വായോ ഞങ്ങളുടെ കൂടെ കടയിലേക്ക് നമുക്ക് പോയിട്ട് വേഗം വരാം. അപ്പം നമ്മൾ ഇതാണേ, കണ്ടോ, മീൻസ് നമ്മൾ റോഡിൻ്റെ സൈഡിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. അങ്ങനെ ഓക്കെ, അപ്പം നമുക്ക് പോവാം. നമുക്കിവിടെ അങ്ങനെ റോഡ് സൈഡ് പാർക്കിംഗ് അല്ല, അല്ലാണ്ട് വീട്ടില് സ്ഥലമുണ്ട്. പിന്നെ അത് ഇച്ചിരി കൺജസ്റ്റഡ്, ഇച്ചിരി ടൈറ്റ് ആണെന്നുള്ള ഇതിൽ അങ്ങ് പാർക്ക് ചെയ്യുന്നുള്ള എടുത്തുകൊണ്ട് പോകാൻ എളുപ്പം. പിന്നെ തൊടിയിച്ചു മുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോന്ന് വെച്ച് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ച് റോഡ് സൈഡിൽ അങ്ങിട്ടുണ്ട് പോകുന്നേ ഉള്ളൂ. എടുത്തോണ്ട് പോകാനും എളുപ്പം, പാർക്ക് ചെയ്യാനും എളുപ്പം. ഈ മൈറ്റൻ കേട്ടോ. അപ്പം നമ്മൾ മൈറ്റനിലെത്തി, മൈറ്റനിൽ കയറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോസൊക്കെ അലൗഡ് ആണോന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഞങ്ങൾ അലൗഡ് അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതേ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ വേഗം എന്താ ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് വരട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതേ കണ്ടോ, കുറേ ചെടികളുണ്ട് ഇവിടെ. ചെടികളുടെ സെറ്റാണ് കേട്ടോ, ചെടിച്ചട്ടികൾ, ഈ മരുന്നുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിച്ചു തരാവേ. ഓക്കെ, കണ്ടോ, ഇഷ്ടം പോലെ ചെടികളും ചെടിച്ചട്ടികളും. പൂന്തോട്ടം കാണിച്ചു തരട്ടെ. പൂന്തോട്ടമാണ് സൂപ്പർ. കണ്ടോ പൂക്കൾ, നല്ല രസമുണ്ട്. ഓക്കെ, ഇതിൻ്റെ വേറൊരു സെക്ഷനാണ് കേട്ടോ. അതേ തവി സെറ്റുകൾ, കാര്യങ്ങൾ കണ്ടോ, കുപ്പിപ്പാത്രങ്ങൾ, കുപ്പികൾ, കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ വേറൊരു സെറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഓടിച്ച് കാണിച്ചു തരാവേ. വെച്ചിട്ട് ബാർബിക്യൂ സ്മോക്കർ. ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ളൊരു സാധനം ഉണ്ടായിരുന്നു, ആ സാധനം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോവാണ്. ഇങ്ങോട്ടേക്കാണ് അടുത്തത്. ഇത് നമുക്ക് പാക്ക് ആൻഡ് സേവിൽ കയറിയിട്ട് വേറെ ഹൗസിൽ കയറാം അല്ലേ? ഓക്കെ, പാക്ക് ആൻഡ് സേവിൽ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കയറണം. കുറച്ച് സബോള വാങ്ങിക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സബോളയും പഴവും. അപ്പം വായോ, പാക്ക് ആൻഡ് സേവ് പോയിട്ട് നമുക്ക് വേഗം വരാം. ഭയങ്കര സൂര്യപ്രകാശമാണ് കേട്ടോ. ഈ സൂര്യൻ താഴുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൽ കയറണം, ഇല്ലെങ്കിൽ സിക്കാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സൂര്യൻ താഴുന്നതിന് മുമ്പ് ഞങ്ങൾ വേഗം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറട്ടെ. അപ്പോൾ ഇതാ നമ്മൾ പാക്ക് ആൻഡ് സേവ് വന്നേക്കാണ് കേട്ടോ. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം. പാക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ ഗ്രോസറി ഷോപ്പാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. ബ്രെഡ്, പാല്, പഴം, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ പാക്ക് ആൻഡ് സേവിൽ നിന്ന് ഇറങ്ങിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്
ഇതൊക്കെയാണ് കാണിച്ചു തരാവേ. നമ്മുടെ കയ്യിൽ കൊട്ടയുണ്ട്, കവറും ഉണ്ടോ ഇന്നില്ലായിരുന്നു കൊണ്ട് ഇവിടെ നിന്ന് ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു. പോർക്ക്, ഒരു കുഞ്ഞു പോർക്ക് വാങ്ങിച്ചു. ചിക്കൻ വാങ്ങിച്ചപ്പോൾ മടുത്തു. പിന്നെ കുറച്ച് സബോള വാങ്ങിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് പഴം വാങ്ങിച്ചു. പഴമാണ് ജീവിതം. ഇതെന്താ? ആപ്പിൾ. നല്ല സൂപ്പറാണ് കേട്ടോ. കണ്ടോ, നല്ല റെഡ് കളർ ആപ്പിൾ. കുറച്ച് ക്യാരറ്റ് വാങ്ങിച്ചു. സൂപ്പർ ക്യാരറ്റാണ് ഈ പ്രാവശ്യത്തെ. നല്ല രസമുണ്ട് ക്യാരറ്റ് കാണാൻ. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല, ബ്രെഡായിരുന്നു നമ്മൾ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് കണ്ടു, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഒരു സ്പഞ്ച് കേക്ക് വാങ്ങിച്ചു. കണ്ടോ, ഒരു സ്പഞ്ച് കേക്ക് വാങ്ങിച്ചു കുഞ്ഞത്. ഇത്രയാണ് നമ്മൾ ഷോപ്പിംഗ് ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യത്തെ. ഈ പ്രാവശ്യം കുറവായിരുന്നു അല്ലേ? സാധാരണ 150 ഈ പ്രാവശ്യം ഇച്ചിരി കുറവുണ്ട്. ഓക്കെ, അപ്പോൾ ട്രോളി ചേട്ടനെ അവിടെ കണ്ടിട്ടിട്ട് വായോ, ട്രോളി ചേട്ടനെ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പെട്രോൾ അടിക്കണം അല്ലേ? പെട്രോൾ അടിക്കണോ? നമ്മൾ കുറച്ച് പെട്രോൾ അടിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഇനി കുറച്ചും കൂടി അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. മറ്റേ സ്കാൻ ചെയ്തോ പിന്നെ. ഓക്കെ, കാർഡ് കയറ്റി. പിന്നെ ഈ വൗച്ചർ നമ്മൾ പാക്ക് ആൻഡ് ചെയ്യുന്ന സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ റെസിപ്റ്റിൻ്റെ കൂടെ ഒരു വൗച്ചർ കിട്ടും കേട്ടോ. ആ വൗച്ചർ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 6 cents ഓഫ് കിട്ടുമേ. അപ്പോൾ അങ്ങനെ സ്കാനിങ് എല്ലാം ചെയ്തു. അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കുകയാണ്. നോക്കായി ഇതൊക്കെ ഉണ്ടോ? ഓക്കെ, ചേട്ടൻ പെട്രോൾ ടാങ്കൊക്കെ തുറന്നു. ചേട്ടാ പെട്രോൾ അടിച്ച ചേട്ടൻ. ഞാൻ പറഞ്ഞേ. ഓക്കെ, ചേട്ടൻ്റെ പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം കണ്ടോ പെട്രോളിൻ്റെ വില. ഇത് പപ്പമോ പാക്ക് ആൻഡ് സേവിലെ വിലയാണ് കേട്ടോ. വെയിൽ കാരണം അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, ഫൈൻ ചേട്ടാ ചായ്. അപ്പോൾ ഇതാ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. പെട്രോൾ അടിച്ചിട്ട് നമ്മളിവിടെ അപ്പം ആ ഉള്ളിൽ നമുക്കാണെങ്കിൽ വെയർ ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് കേട്ടോ. ആ ഷോപ്പിൽ നിന്ന് നമുക്ക് എന്താ വാങ്ങിക്കാനുള്ളത്? അരി വാങ്ങിക്കാനുണ്ട്. അരി എന്ന് പറഞ്ഞാൽ പച്ചരി കേട്ടോ. അപ്പം കുറേ ആയി ദോശയൊക്കെ കഴിച്ചിട്ട്. ഇപ്പോൾ ഒരു 1.5-2 ആഴ്ചത്തോളം അരി തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദോശയും അപ്പോക്കും കഷ്ടത്തിലായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ വെയർ ഹൗസിൽ വന്നേക്കുക അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ. അപ്പം ഗ്ലാസ് ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാവേ. കണ്ടോ, നല്ല ഭംഗിയാണ്. എമിസറിൻ്റെ ATM, ഫാർമസിൻ്റെ സൈഡിൽ. പിന്നെ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ പാക്ക് ആൻഡ് സേവ് പോലെ തന്നെയുള്ളൊരു എന്താ പറയുക, ഒരു കടയാണ്. നല്ല ചില്ലറ സാധനങ്ങളൊക്കെ കിട്ടും. ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. ബ്രെഡും ഒക്കെ കിട്ടും. കണ്ടോ, കുറച്ച് മൊബൈൽ ഷോപ്പുകളുണ്ട്. പിന്നെ ഇവിടെ പേപ്പർ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. പേപ്പർ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബുക്ക് പ്രിൻ്റ് ഔട്ട്സ്, പിന്നെ CD, റീഡിങ് ബുക്സ്, കാർഡ്, അങ്ങനെയൊക്കെയുള്ള ഷോപ്പാണ് കേട്ടോ. ഇത് വെയർ ഹൗസ്. നമുക്ക് വെയർ ഹൗസിലാണ് പോകേണ്ടത്. നമുക്ക് വെയർ ഹൗസിലായിട്ട് നമുക്ക് കയറാം. നമുക്ക് പച്ചരി വാങ്ങിച്ചുകൊണ്ട് വേഗം ഇറങ്ങിപ്പോരാതെ. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഇത് അലൗഡ് അല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ക്ലോത്ത്സും സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. തുണിയും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. തടി കഷ്ണങ്ങൾ, ചെരുപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് അരി വാങ്ങിക്കാം. അജീഷേട്ടൻ ചെരുപ്പ് വാങ്ങിക്കുന്നുണ്ടോ? ചെരുപ്പ് നോക്കണുണ്ടോ? ചെരുപ്പ് നോക്കാം. അജീഷേട്ടന് ഉള്ളിലിടാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് ഞങ്ങൾ വാങ്ങിച്ചു. അത് പൊട്ടിപ്പോയായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിക്കണം. ഞങ്ങളിതേ ഈ അരിയായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം ദോശ സാധനങ്ങളൊക്കെ ചുടാൻ നല്ല അരിയാണ്. പൈസയും കുറവാണ്. സെയിം ദോശയൊക്കെ കിട്ടും. സാധാ പച്ചരി പോലെ തന്നെയുള്ള അരിയാണത്. പക്ഷെ വില കുറവാണ്, നല്ലതാണ് തന്നെ. ഓക്കെ, അജീഷേട്ടൻ്റെ ചെരുപ്പ് വേഗം വാങ്ങിച്ചോളൂ. ഇതല്ലേ അപ്പം ഇത് ഇവിടെ തണുപ്പത്ത് വീട്ടിൻ്റെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് ഭയങ്കര തണുപ്പാണ്. ഞാൻ ഫുൾ കവറാവും.
അപ്പോൾ ഞങ്ങൾ പയ്യെ ഇതൊന്ന് സെലക്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇല്ലേ ചെരുപ്പിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത്. ജിസ് ചേട്ടൻ ഒരു ചെറുപ്പെടുത്തു കാണിച്ചു കൊടുക്കൂ. കണ്ടോ, വീണ്ടും ഉള്ളിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിൻ്ററിൻ്റെ സമയത്ത്. ഇതെന്തടോ ഇത് കാണിച്ചു നടക്കണേ. ഇത് ഇഷ്ടമായ ചെരുപ്പ് കാണിച്ചേ. ഫ്രണ്ട് മര്യാദയ്ക്ക് കാണിച്ചു തരുമോ? കണ്ടോ, വോമറാണ്, ഉള്ളിൽ വോമറാണ്. ഓക്കെ ഫൈൻ. ഇനി എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? അരി വാങ്ങിച്ച് വീട്ടിൽ പോവാം. നമുക്ക് അരി പോവാം. അരി മേടിക്കാൻ പോവാം. മാറ്റൊന്നും വേണ്ടപ്പാ നമുക്ക്. ഓക്കെ ഇതുപോലത്തെ ഏയ് ആണോ? ഓക്കെ പേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ജാസ്മിൻ റൈസ്. ഓക്കെ 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 നമുക്ക് ലോങ് ഗ്രെയിൻ റൈസ് എടുക്കാം. ബിരിയാണി റൈസ് ഉണ്ട് വീട്ടിൽ, ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഓക്കെ ഇപ്പോൾ വേറെ ഒന്നും വേണ്ട അല്ലോ. ഓക്കെ ലെറ്റ്സ് ഗോ ദെൻ. ഓക്കെ ഞങ്ങൾ അപ്പോൾ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങിപ്പോട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ എവിടെ നിന്ന് വേറെ ഹൗസിൽ നിന്ന് ഇറങ്ങി, അരിയൊക്കെ വാങ്ങിച്ച് ചെരുപ്പൊക്കെ വാങ്ങിച്ച് ഇറങ്ങി. ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇന്നത്തെ ഒരു വീക്ക്ലി ഷോപ്പിംഗ് കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ വീക്കെൻഡ് ഓഫുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇറങ്ങുള്ളൂ. അങ്ങനെ അപ്പോൾ ഓക്കെ. പിന്നെന്താ, അപ്പോൾ നമുക്ക് പോവാം, വീട്ടിലേക്ക് പോവാം. ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ആയോ, നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ചായ ഒക്കെ കുടിക്കണ്ടേ? ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നമുക്ക് എൻജോയ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ, കേക്ക് വാങ്ങിക്കാറില്ല, ബണ്ണും വാങ്ങിക്കാറില്ല. അജിഷിடம் വന്നിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ബണ്ണ്. സ്പഞ്ച് കേക്ക് ഒരു പ്രാവശ്യം തന്നെ അല്ല, അജിഷിடம் കഴിച്ചിട്ടുണ്ടോ സ്പഞ്ച് കേക്ക്? ഇവിടുന്ന് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്നത്. സാധാരണഗതി ഞങ്ങളൊന്നും വാങ്ങിക്കാറില്ല അങ്ങനെ, കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാറില്ല, ബണ്ണൊന്നും വാങ്ങിക്കാറില്ല. ആദ്യമായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് പോവാം. പോയിട്ട് നമുക്കാണെങ്കിൽ ചായയും കേക്കും ബണ്ണും ഒക്കെ കഴിക്കാം. എന്താണ് ഇതാ ഫിഷ് ആൻഡ് ചിപ്സ്. ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സ് ഒരു ദിവസം നമ്മൾ കഴിക്കാം. ഇതാണ് പപ്പമോവ. നല്ല തത്ത കാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, അവിടെയാണ് വണ്ടി. ഓക്കെ അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. നല്ല തണുപ്പ് വരുന്നുണ്ട്. തണുപ്പത്ത് പോയിട്ട് നല്ല ചൂട് ചായ കുടിക്കുമ്പോഴുള്ളൊരു വികാരവും സന്തോഷവും വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണാവേ. അപ്പോൾ അതാ നമ്മൾ വീട്ടിലൊക്കെ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ്. ചായ 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 ചായ. ഓക്കെ ചായയും അരിശയുടെ കേക്കൊക്കെ മുറിച്ചു. എങ്ങനെയുണ്ട് സ്പഞ്ച് കേക്ക്? നല്ല ഇഷ്ടപ്പെട്ടോ? പക്ഷെ നാട്ടിലത്തെ അത്ര നല്ലല്ല. ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. തുണി അലക്കിയത് ഉണങ്ങിയിട്ടുണ്ട്, അത് മടക്കി വെക്കണം. പിന്നെ രാത്രിത്തേന് എന്തെങ്കിലും ഉണ്ടാക്കണം, കഴിക്കണം. അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ ഇനി എനിക്ക് രാത്രിയിൽ നൈറ്റ് ഷിഫ്റ്റിന് പോകണം. അതിലൊക്കെ തന്നെയുള്ളൂ. രജീഷേൻ്റെ പനി എന്തായി? ഓക്കെ ഫൈൻ. അപ്പോൾ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ ഈവനിങ് അങ്ങനെ അങ്ങ് കഴിച്ചു കൂട്ടട്ടെ. അപ്പോൾ നിങ്ങളും അടിച്ചു പൊളിക്കൂ, തകർത്ത് വരൂ, പൊളിച്ചടക്കൂ. എപ്പോഴും പറയണ പോലെ തന്നെ അജീഷ് ചേട്ടനെ പോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കൂ, സന്തോഷവാനായിട്ടിരിക്കൂ. ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങി, ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല. ഓക്കെ അത്രയൊക്കെ തന്നെ. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ പെട്ടെന്ന് വരാവേ. അതുവരെ എല്ലാവർക്കും ബൈ.